അവരെ അവരുള്ള സാധനം എന്തൊക്കെ ഉണ്ടെന്ന് നോക്കി ചെയ്തോളൂ. അല്ല നമ്മൾ പറയും അതുകൊണ്ട് നമ്മൾ ലോക്ക് ചെയ്ത് വെക്കും. എന്ത് മോഷണം? ഫുഡ് മുട്ട മോശം. റേഷൻസ് നമുക്കില്ലേ കൂട്ടി വെക്കാൻ പറ്റും. മുട്ട, ക്യാരറ്റ്, പാല്, ചായപ്പൊടി, കാപ്പിപ്പൊടി, പഞ്ചസാര, എന്ത് കിട്ടിയാലും കൂട്ടി. പച്ചമുളക് വരെ മോഷ്ടിക്കും. പച്ചമുളക് ചെന്ത് ചെയ്യേ ഉപ്പിലിട്ട് വളർന്നിരിക്കുന്നു കുട്ടികൾ. പിന്നെ ഇവിടെ എന്തെങ്കിലും തെറ്റ് ചെയ്താലൊക്കെ പണിഷ്മെന്റ് കൊടുക്കാനുള്ള അധികാരം ഉള്ളതും ഇവിടെ റൂള് കൊണ്ട് എന്തെങ്കിലും ഇവിടുത്തെ പുതിയ റൂളുകളും കാര്യങ്ങളും എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരാനൊക്കെ പറ്റുന്ന കാര്യം സർവാധികാരികൾക്കാണുള്ളത്. പിന്നെ ഇവര് തമ്മിലുള്ള കോമ്പറ്റീഷൻ നമ്മളായിരിക്കും കൂടുതലും ജഡ്ജ് ബിഗ് ബോസ് സേർട്ട് തരാന്നുള്ളതല്ലേ കാണിച്ചത്. ഇങ്ങനെ കാണിച്ചെങ്കിൽ പൊക്കൊന്നാണ് ആന്ന് പറഞ്ഞ നമ്മളെന്ത് ചെയ്യുന്നത്. നമ്മളിപ്പോ എന്തെങ്കിലും ചോദിച്ചാ ഓക്കെ ഇങ്ങനെ ഓക്കെ ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങനല്ലേ കാണിക്കുന്നത്. ഇങ്ങനെ കാണിച്ചെങ്കിൽ പൊക്കോന്ന് പറഞ്ഞാണ്. എന്റെ സീറ്റ് എന്തായാലും തരും. ഇനിയും അത് 5 തരും. അപ്പൊ അതും തരാം. അപ്പൊ അങ്ങനെ ഒരു എഫേർട്ട് ഇട്ടതിന് ഇത്ര വിനയൊന്നും ഇല്ല സാധാരണ. പക്ഷെ ജീവിച്ചുകൊണ്ട് അഭിനയിക്കാം ഇവിടെ സാർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടിപ്പ് കൊടുത്തോണ്ടിരിക്കുകയാണ്. വിനയം ഇനിയും കൂടും. സ്വന്തം ഹോട്ടലിലെ സ്റ്റാഫിനെ വിശ്വസിക്കരുത്. അപ്പൊ നിങ്ങൾ എന്നാ ജോലിക്ക് എടുക്കരുതായിരുന്നല്ലോ. അല്ല അത് അവരെ ജോലിക്ക് എടുത്തിട്ട് അവരെങ്ങനെ പെർഫോം ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നോക്കിയിട്ട് പോയിന്റ്സ് ഇങ്ങനെ കൊടുക്കുമ്പോ ഇപ്പൊ ഞാൻ കാര്യം പറയട്ടെ. ഇപ്പൊ പോയിന്റ്സ് നിങ്ങൾ കൊടുത്തിട്ട് നമ്മളോടല്ലേ അവരെ കോമ്പറ്റ് ചെയ്യാൻ വരുന്നത്. അവർക്കത് കിട്ടാതെ നോക്കേണ്ടതും ഞങ്ങളുടെ ഒരു ചെറിയ കൈൻഡ് ഓഫ് ടാസ്ക് അല്ലേ. അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ്. അത് ട്രൈ ആയതാണല്ലോ. ആകെ ഹോട്ടൽ തുടങ്ങിയതേ ഉള്ളൂ. അതിന് മുമ്പ് ഹോട്ടലിന് തീയിടരുത്. ഗസ്റ്റ് ഉള്ളതാണ്. നിങ്ങൾ സ്വന്തമായിട്ട് ഹോട്ടലെടുത്ത് അതിന് തീയിട്ട് അത് നിങ്ങളുടെ എന്റർടൈൻമെന്റ്. ഗസ്റ്റ് ഉള്ളപ്പോ ഇടരുത്. നമുക്ക് ഉയരം കൊണ്ട് പോകാനുള്ള അതുകൊണ്ടാണ്. വെള്ളം ഇഷ്ടം പോലെ ഉണ്ടല്ലേ ഇവിടെ. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കൊണ്ട് തരുന്നുണ്ട്. ഞാൻ റൂം സർവീസ് ബോയ് ആണ്. എക്സ് മോഡൽ ആയിരുന്നു. പറ. എനിക്ക് ആ കൂടെ പവർ ടീം എന്നുള്ള പവറായിട്ട് എനിക്ക് ഇപ്പൊ ഇതുവരെ കേട്ടതെന്ന് എനിക്ക് മനസ്സിലായത് എന്താണ്. എനിക്ക് ആ കൂടെ മനസ്സിലായത് ഇവിടുത്തെ ആഹാരത്തില് കയറിയ അലുണ്ടാവും. ആഹാരം എടുക്കാതിരിക്കാം. ഈ കൺട്രോൾ അല്ലാതെ വേറെ എന്തെങ്കിലും പവർ ഉണ്ടോ? എന്തെങ്കിലും ഉപയോഗിക്കുമല്ലോ. ഇവിടുത്തെ ഡോറും കാര്യങ്ങളൊക്കെ ഓപ്പണും മറ്റേ ലോക്കൊക്കെ ചെയ്യാം. അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. പുറത്താക്കിയിട്ട് മൂന്നാഴ്ചയായിട്ട് പവർ ടീമിലുണ്ട്. അല്ല സ്ഥിരമായിട്ടല്ല. ഇതിന് മുന്നേ 3 ആഴ്ച കണ്ടിന്യൂസ് എല്ലാ ആഴ്ചയിലും ടാസ്ക് നടക്കും. ആരെങ്കിലും വന്നിട്ട് പൂട്ടിയിട്ടിട്ടുണ്ടോ? ഇങ്ങനെ ഞങ്ങളെ ടീമാ കൂട്ടി ആദ്യമായിട്ട്. നിങ്ങൾ പൂട്ടിയ പൂട്ടിട്ട് കൊറേ വീട്ടിൽ അവിടെ അലമാനിച്ച് അവിടെ ഇരുന്നോളം പറഞ്ഞു. ഞങ്ങൾ അധികാരം യൂസ് ചെയ്ത് തുറന്നു വിട്ട ആവശ്യം വന്നപ്പോ തണുത്തപ്പം തുറന്നു. ഞങ്ങൾ അടച്ചിട്ടപ്പോ ടോയ്ലറ്റ് പോകണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും തുള്ളി ഞങ്ങൾ വീട്ടിൽ ഞങ്ങൾ അവിടെ അടച്ചു വെച്ച് അത് ചുമ്മാ അലമാനിച്ച് നമുക്ക് മനസ്സിലായി. എന്നിട്ട് കൊറേ കഴിഞ്ഞിട്ട് തുറന്നു. ബേസിക്കലി ഇതിനകത്ത് അടച്ചിടുമ്പോ ബയോളജിക്കൽ നീഡ് പറഞ്ഞിട്ടാണ് പുറത്തിറങ്ങാൻ ഹ്യൂമാനിറ്റിയെ ചോദ്യം ചെയ്യുന്നത്. ആ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടാണ് പുറത്തിറങ്ങാൻ ചോദിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് ഇനി നമ്മൾ ഉറങ്ങുന്ന ബെഡ് വിരിച്ചിടുന്നതും റൂം ക്ലീൻ ചെയ്യുന്നതൊക്കെ നമുക്കൊരു ഡ്യൂട്ടി ആയിട്ട് കൊടുക്കാൻ പറ്റും. മറ്റേ സാധാരണ ആരും ചിലപ്പോൾ ചെയ്യൂല. അത് ചെയ്തില്ലെങ്കിൽ ശിക്ഷ കൊടുക്കാൻ ചെയ്തില്ലെങ്കിൽ ബേസിക്കലി പവർ എന്തൊക്കെ ശിക്ഷകൾ കൊടുക്കും? ഇവിടെ ശിക്ഷകൾ കിട്ടിയ ഒരു വ്യക്തിയാണ് ഞാൻ. പാത്രം കഴുകുക. പിന്നെ ഏതൊരു എന്താ പറയാ ഊട്ടി മനസ്സിലായി ക്യാരക്ടർ അങ്ങനെ കൊടുക്കാം. ഒരു ക്യാരക്ടർ എനിക്ക് തന്നെ അതിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അതൊക്കെ ഫണ്ണായിട്ടുള്ള രീതിയിലാണ്. ഏറ്റവും എക്സ്ട്രീം എന്ന് പറയുന്നത് ജയിലിൽ പിടിച്ചിട്ട് ജയിൽ നോമിനേഷൻ വരുന്ന സമയത്ത് ജയിലിലേക്ക് പിടിച്ചിട്ടാ. നമുക്ക് ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാൻ പറ്റും. ഒരാള് ഡയറക്റ്റ് ഞങ്ങൾക്ക് പുറത്തേക്ക് നോമിനേറ്റ് എവിക്ഷനും നോമിനേറ്റ് ചെയ്തേക്ക് പറഞ്ഞിട്ട്
അടുത്ത ആഴ്ച മാറിട്ട് ആദ്യമായിട്ട് കയറാണ് അവർ. ഞാൻ ആദ്യം അതാണ് അതൊക്കെ ആ അധികാരത്തിന്റെ ഒരു അധികാരം കിട്ടിയതിന്റെ ഒരു പറയുകയും ചെയ്യുന്നുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ശിക്ഷ കിട്ടിയിട്ടുള്ള ഞാനാണ്. അപ്പൊ ആരൊക്കെയോ ഊങ്ങി വെച്ചിട്ടുണ്ട്. സത്യം. ചോദിക്കും ബിഗ് ബോസിന്റെ അടുത്ത് പോയിട്ട് 3-4 പേരെ ഇടാനുള്ള സമയം പവർ തരുമോ എന്ന് ചോദിക്കും. ചിലപ്പോൾ തരും. നമ്മൾ അങ്ങോട്ട് ഈ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ. അപ്പൊ ചെന്ന് ചോദിക്കണം ബിഗ് ബോസിന്റെ അടുത്ത്. ആ ഈ ചോദിക്കുന്നത് വീക്ക് ഞങ്ങളങ്ങനെ ഒരുപാട് ചോദിച്ചിട്ടാണ് ഡോറ് നോക്കിയാണ് കിട്ടിയത്. ഇവിടെ ഇപ്പൊ ഗസ്റ്റ് വന്നോണ്ട് ഞങ്ങള് എന്താ പറയാ ഞങ്ങൾ പവർ കുറച്ച് പ്ലാൻസും കാര്യങ്ങളും ഇംപ്ലിമെന്റ് ചെയ്യാണ്ട് അത് വരും ദിവസങ്ങൾ ഞങ്ങള് പവർ കാണിക്കാൻ വേണ്ടി നിൽക്കാണ്. അതാണ് പവർ. കാരണം പവർ അത് കാണിക്കാൻ നിൽക്കാണ്. അങ്ങനെ പവർ ഉള്ളവരെന്താണ് ആ പവറിനെ ഉപയോഗിച്ച് ഉപയോഗിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം.